വാട്ട് ഇസ് ദ ലാർജസ്റ്റ് കോമൺ ഡിവൈസർ? ലാർജസ്റ്റ് കോമൺ ഡിവൈസർ കൊണ്ട് അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ലാർജസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിന് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നും പറയാറുണ്ടെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ലാർജസ്റ്റ് കോമൺ ഡിവൈസർ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ, ഇങ്ങനെ പല പേരുകളും HCFന് പറയാറുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ചോദിക്കുന്ന ആ വലിയ 3 നമ്പേഴ്സിന്റെ HCF എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പം 1026 തന്നിട്ടുണ്ട്, 2268 തന്നിട്ടുണ്ട്, 2430 തന്നിട്ടുണ്ട്. നമുക്കിത് പല രീതിയിൽ ചെക്ക് ചെയ്യാം. ഇത് മൂന്നും കൂടി നമുക്ക് പ്രോപ്പർലി HCF ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അത് വെച്ച് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2268ഉം അതുപോലെ തന്നെ നമ്മുടെ ഈ 1026ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അത് ഒരു 1242 എന്ന് വരും. ഓക്കെ, അതും ആക്ച്വലി വലിയ നമ്പറാണ്. സോ വലിയൊരു വ്യത്യാസം അവിടെയും വരുന്നില്ല. ആൻഡ് ഇവിടെ ഈ 2 നമ്പേഴ്സ് തമ്മിൽ ചെക്ക് ചെയ്താൽ കുറച്ചുകൂടെ ആൻസർ കിട്ടാൻ എളുപ്പമായിരിക്കും. ബിക്കോസ് ആ 2 നമ്പേഴ്സ് അത്യാവശ്യം അടുത്തായുണ്ട്. സോ 2268ഉം അതുപോലെ 2430 തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അത് 162. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന നമ്പർ ഏതി പോകണം, 162 പോകുന്ന ഒരു നമ്പർ ആയിരിക്കും. സോ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം അതേപോലത്തെ ഓപ്ഷൻസ് ആണെങ്കിൽ നമുക്കത് കുറച്ച് ഡിഫിക്കൽട്ടും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പെട്ടെന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 162 പോകുന്ന ഒരു നമ്പർ ഇതിലെ ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാന്നുള്ള ഒരു കേസ് കൂടി വരുന്നുണ്ട്. ഇപ്പൊ 162 ഏത് പോകത്തില്ല, 108 പോകത്തില്ല. സോ ആൻസർ എന്തായാലും 108 അല്ല എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷെ 162 എന്തൊക്കെ പോകുന്നുണ്ട്, 54ഉം പോകുന്നുണ്ട്, 81ഉം പോകുന്നുണ്ട്, 27ഉം അതെ 27ഉം ഐ തിങ്ക് പോകുന്നുണ്ട്. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഈ 3 എണ്ണം ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഈ പറഞ്ഞ ഓരോ ഓപ്ഷൻ മാത്രമേ എലിമിനേറ്റ് ആവുന്നുള്ളൂ. സോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് പിന്നെയും ഫെർദർ ചെക്ക് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഇതിനെ ഒന്ന് അല്ലാതെ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ LCM എടുക്കാൻ പോവാണ്. HCF പോലെ LCM പോലെ നമ്മൾ നമ്മുടെ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പോവാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കാം. എന്നിട്ട് നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. ബിക്കോസ് ഇവിടെ ഇത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് എല്ലാ ഓപ്ഷനിലുള്ള കോമൺ നമ്പർ ചെയ്താൽ 9 ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ഓപ്ഷനിലും 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ നമ്പേഴ്സിനെ ആദ്യം 9 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇവിടെ 114 വരും. ഇവിടെ നമുക്കത് 252 വരും. ആൻഡ് ഇവിടെ നമുക്കിത് 270 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എല്ലാ ഓപ്ഷനിലെ 9 കളയാം. 9 കളയുമ്പോൾ ബാക്കി എത്ര ഉണ്ടെന്ന് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഇവിടെ ഇനി 9 പോയാൽ ബാക്കി 12 ഉണ്ട്. ഇവിടെ 9 പോയാൽ 6 ഉണ്ട്. ഇവിടെ 9 പോയാൽ ഇനി ബാക്കി 9 ഉണ്ട്. ഇവിടെ 9 പോയാൽ ബാക്കി 3 ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ എല്ലാ ഓപ്ഷനിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു നമ്പർ ഏതാ, 3. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ നമ്പേഴ്സിനെയും 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോ 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് 38 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 84, ഇവിടെ നമുക്ക് 90. അപ്പൊ നമുക്ക് ഈ എല്ലാ ഓപ്ഷൻസിനെയും 3 എടുത്ത് കളയാം. 3 എടുത്ത് കളഞ്ഞാൽ ഇവിടെ 4 വരും. ഇവിടെ 3 കളഞ്ഞാൽ 2 വരും. ഇവിടെ 3 കളഞ്ഞാൽ ബാക്കി 3 വരത്തുള്ളൂ. ഇവിടെ 3 കളഞ്ഞാൽ പിന്നെ ഒന്ന് 1 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നമുക്ക് ഈ എല്ലാ നമ്പറും നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്, എല്ലാ നമ്പറും ഈവൻ നമ്പർ. എന്ന് പറഞ്ഞാൽ ഈ നമ്പർ അല്ല ഇനി ഏതിൽ പോകും, 2ൽ ഉറപ്പായിട്ടും പോകും. സോ ആൻസർ ഏതല്ല, 27 അല്ല, അത് ഉറപ്പിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറയുന്ന നമ്പർ എല്ലാം 3 വരണമെങ്കിൽ, ലൈക്ക് 81 ആൻസർ വരണമെങ്കിൽ ഇനിയുള്ള നമ്പേഴ്സ് എല്ലാം ഏതിൽ പോകണം, 3ൽ പോകണം. 94 3ൽ പോകുന്നുണ്ട്, 84 3ൽ പോകും. പക്ഷേ 38 ഏതിൽ പോകത്തില്ല, 3ൽ പോകത്തില്ല, 3ൽ പോകത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതും അല്ല അതുമല്ല. പിന്നെ 108 അല്ലെന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടു. പിന്നെ 108 അല്ലെന്നുള്ളതിന് പിന്നെ ഒരു റീസൺ കൂടിയുണ്ട്, ഈ 4. ഓക്കെ, 4 നമുക്ക് 38ൽ പോകത്തില്ല. അതുപോലെ 90ലും 4 പോകത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ അതും അല്ല. എല്ലാ നമ്പറും നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം അവിടെ ഉണ്ട്, എല്ലാ നമ്പറും ഇനി ഏതിൽ പോകും, 2ൽ പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഇത് 2ൽ, ഇവിടുന്ന് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ബാക്കി വരുന്നത് 19. അതൊരു പ്രൈം നമ്പറാണ്. സോ അവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ആൻസർ 54 ആണ് വരാൻ പോകുന്നത്. ബിക്കോസ് 19 ഇനി എടുക്കാൻ പറ്റത്തില്ല. സോ മാക്സിമം 54 വരെ പോകത്തുള്ളൂ. സോ ഇവിടെ നിന്ന് നമുക്ക് ആൻസർ 54 ആണെന്ന് പറയാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും. അതർവൈസ് നിങ്ങൾ അത് സോൾവ് ചെയ്തെടുക്കാനാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്.